ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ക്യാൻവ ആപ്പ് വഴി എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഒരു ഫോട്ടോ എങ്ങനെ കറക്റ്റായിട്ട് സേവ് ചെയ്യാം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സേവിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എഡിറ്റ് ചെയ്ത സംഭവം അത് എന്തായിക്കോട്ടെ പ്രിൻ്റ് എടുക്കുമ്പം ക്ലാരിറ്റി കുറയും. നമ്മൾ നോർമലായിട്ട് സേവ് ചെയ്താൽ അത് നമുക്ക് സ്റ്റാറ്റസ് വെക്കുക അങ്ങനത്തെ പേർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് പ്രിൻ്റ് എടുക്കാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നെയിം സ്ലിപ്പാണ് ഇപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത്. ആ ഒരു നെയിം സ്ലിപ്പ് നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് സേവ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അത് ആ നെയിം സ്ലിപ്പ് ഓപ്പൺ ചെയ്ത ശേഷം മേലെ കണ്ടോ, മേലേക്ക് ഒരു ആരോയും താഴേക്ക് ഒരു ആരോയും ഉണ്ട്. അതിൽ ആ താഴേക്കുള്ള ആരോ നിൽക്കിയാൽ നോർമലായിട്ട് നമുക്ക് സേവ് ചെയ്യാം. അത് നമുക്ക് ഫോണിൽ സ്റ്റാറ്റസ് വെക്കാൻ, അതുപോലെ ഇനി അത് ഫോട്ടോ ആയിട്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സേവ് ചെയ്താൽ മതി. അല്ല നമുക്ക് പ്രിൻ്റ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്യുമ്പം ആ മേലോട്ടുള്ള ഏരോ കണ്ടോ, ആ ഒരു ഏരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഈ ഡൗൺലോഡ് ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഫേസ് വരും. അതിൽ ആ PNG എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ടച്ച് ചെയ്താൽ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ PDF പ്രിൻ്റ് തന്നെ സെലക്ട് ചെയ്യണം. ആ പ്രിൻ്റ് എടുക്കാനുള്ള ഇതായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു PDF പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ സേവ് ചെയ്തെടുത്താൽ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പം മാക്സിമം ക്ലിയറിൽ തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. പിന്നെ ആദ്യം കാണിച്ച പോലെ നോർമലായിട്ട് പ്രിൻ്റ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഗാലറിയിൽ ഡയറക്റ്റ് വരും. ഇങ്ങനെ പ്രിൻ്റ് എടുക്കുമ്പം ഗാലറിയിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് സേവ് ആയി കഴിയുമ്പോൾ നമുക്ക് ഷെയർ എന്നുള്ള ഒരു ഇത് വരും, സ്ക്രീൻ ഓട്ടോമാറ്റിക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ നമുക്ക് വാട്സപ്പ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മൾ എവിടെ നിന്നാണോ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് നമ്പറിലേക്കോ അത് ഷെയർ ചെയ്തിട്ടാൽ നമുക്കത് പിന്നീട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഡൗൺലോഡ്സിലൊക്കെ പോയിട്ട് കുറച്ച് തപ്പേണ്ടി വരുന്നേ ഉള്ളൂ.